പശ്ചിമേഷ്യയിൽ യുദ്ധത്തിൻ്റെ കരിനിഴൽ വ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ തിരിച്ചടിക്കും എന്ന കാര്യം ഉറപ്പാണ്. പ്രതിരോധിക്കാൻ ഇറാനും തയ്യാറെടുത്തു കഴിഞ്ഞു എന്നും വ്യക്തമാണ്. ഏതായാലും ഏത് തരത്തിലായിരിക്കും ആക്രമണം എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. വലിയ തെറ്റ് എന്നാണ് ബെന്യാമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇസ്രായേൽ എന്തായാലും അതിന് മറുപടി നൽകും എന്നുകൂടി നെതന്യാഹു വ്യക്തമാക്കുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ പ്രതികാരം എങ്ങനെയായിരിക്കും എന്നാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ഇറാന് എതിരായ ഇസ്രായേലിൻ്റെ ആക്രമണം സൈനികമാകാം, സാമ്പത്തികമാകാം. സാമ്പത്തിക ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏപ്രിലിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. അപ്പോഴുള്ള ഒരു പ്രതികരണം പരിശോധിച്ചാൽ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ വ്യക്തമാകും. ഇസ്ഫാൻ നഗരത്തിനടുത്തുള്ള സൈനിക താവളത്തെ സംരക്ഷിക്കുന്ന വ്യോമ പ്രതിരോധത്തിനെതിരെ കഴിഞ്ഞ ഇടയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഇത്തവണയും ഇസ്രായേലിൻ്റെ പ്രതികരണം അതുപോലുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടാകും. മാത്രവുമല്ല, ഇത് മുഴുവൻ ഇറാനിലേക്ക് കൂടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി നേരത്തെ തന്നെ ഇസ്രായേലിന് ഉണ്ടായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. എപ്പോൾ എവിടെ ആക്രമിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. പ്രതിരോധ വകുപ്പിൻ്റെ മേധാവികൾ ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ നടത്തി എന്നതും വ്യക്തമാണ്. ഏതായാലും ചൊവ്വാഴ്ച ഇസ്രായേലിൽ പതിച്ച മിസൈലുകൾ എവിടെ നിന്ന് പുറപ്പെട്ടതാണ് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് മിസൈൽ പുറപ്പെട്ട ഇറാനിലെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ആദ്യഘട്ടത്തിലോ രണ്ടാം ഘട്ടത്തിലോ ആയിരിക്കും. വ്യക്തമായ സൈനിക നീക്കങ്ങൾ ഇസ്രായേൽ പദ്ധതിയിട്ടു എന്നും പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നു. ഇസ്രായേൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് കൂടി പുറകെ പോകും എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചന. ഇറാൻ്റെ എണ്ണ ഉൽപ്പാദനത്തിന് ഇടിവുവരുത്തി സാമ്പത്തികമായി അവരെ ലക്ഷ്യം വയ്ക്കാനും പദ്ധതിയുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകും എന്ന ആശങ്കയെ തുടർന്ന് ഇപ്പോൾ തന്നെ എണ്ണവില കുതിച്ചുയരുകയാണ്. അപ്പോൾ ഈ ചൊവ്വാഴ്ചത്തെ സ്ട്രൈക്കുകൾക്ക് ഉത്തരവിട്ടവർ ആര് എന്നതുകൂടി ഇസ്രായേൽ പരിശോധിക്കുന്നുണ്ട്. ഇറാൻ്റെ സൈനിക മേധാവികൾ, രാഷ്ട്രീയ നേതാക്കൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഇറാൻ്റെ സുപ്രീം ലീഡറെ വരെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പശ്ചിമേഷ്യ ഇപ്പോൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിൻ്റെ നിഴലിലാണ് എന്ന് തന്നെ എല്ലാവരും മനസ്സിലാക്കുന്നു. അമേരിക്ക നയത്തിൽ എന്തു മാറ്റം വരുത്തും എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. അമേരിക്ക നയത്തിൽ മാറ്റം വരുത്താതെ യുദ്ധം അവസാനിക്കില്ല എന്ന് ചില വിദഗ്ധർ വിലയിരുത്തുന്നു. ഇസ്രായേലിലേക്ക് കൂടുതൽ ആയുധങ്ങൾ അയക്കില്ല എന്ന് അമേരിക്ക പറഞ്ഞാൽ ഒരുപക്ഷെ ഈ ആക്രമണത്തിൻ്റെ ശക്തി കുറയും എന്ന് ചിലർ കരുതുന്നു. എന്നാൽ അതിനൊക്കെയുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇസ്രായേലിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുക എന്ന ഒരു നിലപാടാണ് അമേരിക്ക ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ വിശാലമായ ഒരു യുദ്ധം ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കരുതുന്നവരുമുണ്ട്. അവർക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന ഒരു ഉറപ്പ് അവർക്കുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാൻ അവർ ആഗ്രഹിക്കില്ല എന്ന് കരുതുന്ന ചിലർ ഉണ്ട്. പക്ഷേ അത് അങ്ങനെ മുഖവിലക്കെടുക്കാമോ എന്നാണ് മറുവിഭാഗത്തിൻ്റെ ചോദ്യം. ലെബനനിലെ ഹിസ്ബുള്ളയെയും ഗസയിലെ ഹമാസിനെയുമൊക്കെ ഇസ്രായേൽ വളരെ ശക്തമായി നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇറാന് വലിയ പ്രതികരണശേഷി ഉണ്ടാകില്ല എന്ന് ചിലർ കരുതുന്നു. ഈ പ്രോക്സി ഗ്രൂപ്പുകൾ നശിപ്പിക്കപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ യുദ്ധം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമാകും എന്നവർ കരുതുന്നു. ഏതായാലും പശ്ചിമേഷ്യ വ്യാപകമായ സംഘർഷങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു എന്നത് ഒരു കാസ്കേഡിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ അത് ഈ കാസ്പിയൻ സീനും അതുപോലെ മെഡിറ്ററേനിയൻ കടലിനുമൊക്കെ നടുവിലുള്ള പ്രദേശത്ത് ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിന് വഴിവെക്കും എന്ന് ഉറപ്പാണ്. ഇസ്രായേൽ ഏത് തരത്തിൽ ആക്രമിക്കുന്നു എന്നത് വളരെ നിർണായകമാണ്. അവർ ഏതു വഴിക്കും പോകാം. അത് എങ്ങനെ വേണം എന്ന് ഈ ഘട്ടത്തിൽ തീരുമാനിക്കേണ്ടത് ഇറാനും ഇസ്രായേലും മാത്രമാണ്. വേണമെങ്കിൽ പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീക്കാം. അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലെ ചില തിരിച്ചടികൾക്ക് ശേഷം സംയമനം പാലിക്കാം. പക്ഷേ ഓപ്പറേഷനുകൾ തുടരും എന്ന കാര്യത്തിൽ തർക്കമില്ല. പലരും ഈ കണക്കാക്കുന്നത് ഇവിടെ ഇവർ ഇരു കൂട്ടരും മുൻകൂട്ടി കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ്. ഇസ്രായേലിൻ്റെ UN പ്രതിനിധി ഡാനി ഡാനൻ
ഇറാൻ്റെ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കും, ഞങ്ങൾ അതുകൊണ്ട് തന്നെ പ്രതികരിക്കും. ഈ ഇറാൻ അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലം ഉടൻ അനുഭവിക്കും. ആ അനുഭവം വളരെ വേദനാജനകം ആയിരിക്കും. ഇങ്ങനെ ഒരു പ്രതികരണമാണ് അവിടെ നിന്ന് വരുന്നത്. എന്നാൽ ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ടെഹ്റാൻ്റെ പ്രതികരണം കൂടുതൽ വിനാശകരമായിരിക്കും എന്ന് ഇറാൻ്റെ IRGC ഭീഷണിപ്പെടുത്തുന്നു. ഇറാൻ്റെ പ്രവർത്തനത്തോട് സയനിസ്റ്റ് ഭരണകൂടം പ്രതികരിച്ചാൽ ശക്തമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വരും എന്ന് റവല്യൂഷണറി ഗാർഡ്സ് അവരുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുകയും പിന്നീട് പ്രതിരോധം വിന്യസിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്രായേലിൻ്റെ ഒരു പതിവ് രീതി. ഇപ്പോഴും ആ തന്ത്രം ഉണ്ടാകും എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. മുൻ ഇസ്രായേലി ഇൻ്റലിജൻസ് ഓഫീസർ അവി മെല്ലാഡ് പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേലിനെ പ്രത്യാക്രമണത്തിന് പ്രകോപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ. ഇറാൻ്റെ ലക്ഷ്യങ്ങൾക്കെതിരെ ഇസ്രായേലിൽ നിന്ന് കാര്യമായ തിരിച്ചടി ഉണ്ടാകും. അത് ഉടനെ തന്നെ ഉണ്ടാകും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ടെഹ്റാനെ ഞെട്ടിക്കുന്ന തരത്തിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് IDFൻ്റെ ജനറൽ ഹെർസി ഹവേലി വ്യക്തമായി പറയുന്നു. രാഷ്ട്രീയ വിഭാഗത്തിൻ്റെ മാർഗനിർദ്ദേശത്തിനായി അവർ കാത്തിരിക്കുന്നു. എപ്പോൾ വില കൃത്യമായി നൽകണമെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അത് തീരുമാനിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിലായിരിക്കും എന്നും ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിൽ ആക്രമിക്കാനുള്ള കഴിവ് തങ്ങൾക്കുണ്ട് എന്നും IDF വ്യക്തമാക്കുന്നു. ഹിസ്ബുള്ളയ്ക്കെതിരെ പരിമിതവും പ്രാദേശികവും ലക്ഷ്യകേന്ദ്രീകൃതവുമായ ചില റെയ്ഡുകളാണ് IDF നടത്തിയത് എന്നാണ് അവരുടെ ന്യായീകരണം. പക്ഷേ ഇനി അത് അങ്ങനെ ആയിരിക്കില്ല. അത് ഇറാനെ മുഴുവൻ ലക്ഷ്യം വെച്ചായിരിക്കും. ഗസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം 1 വർഷത്തോട് അടുക്കുകയാണ്. അപ്പോഴാണ് ടെഹ്റാനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ വരുന്നത്. യുദ്ധത്തിൻ്റെ വ്യാപ്തി പശ്ചിമേഷ്യ മുഴുവൻ ഗ്രസിക്കുന്ന തരത്തിലായിരിക്കും എന്ന് വ്യക്തമാണ്. ഒരു യുദ്ധത്തിലേക്ക് ലോകം കൂപ്പുകുത്തുന്നു എന്ന ഭയം അവിടെ അങ്ങനെ ഉയരുകയാണ്. ഏതായാലും ഇറാൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഇസ്രായേൽ പൂർണ്ണ സജ്ജമാണെന്ന് ഇസ്രായേലിൻ്റെ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി വ്യക്തമാക്കി കഴിഞ്ഞു. ഇസ്രായേലിൻ്റെ പ്രതികരണം അവർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കൃത്യമായി ഉണ്ടാകും എന്നാണ് അദ്ദേഹം തറപ്പിച്ച് പറയുന്നത്. വ്യക്തമായി ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്നാണ് നെതന്യാഹുവിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. മാത്രമല്ല, അമേരിക്കയുടെ ഒരു പിന്തുണ കൂടി ഈ ഘട്ടത്തിൽ ഇസ്രായേലിന് ഒപ്പം ഉണ്ട്. ഇസ്രായേലിനെ സഹായിക്കാൻ മുഴുവൻ പിന്തുണയും നൽകും എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ചില വിമർശനങ്ങൾ കൂടി ഉയരുന്നുണ്ട്. അമേരിക്കയെ യുദ്ധക്കളത്തിലേക്ക് ഇറക്കാൻ വേണ്ടി ആണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്ന് കരുതുന്നവരും ഉണ്ട്. അതായത് ഇറാനെ പ്രകോപിപ്പിക്കുകയും ഇറാനിൽ നിന്ന് ആക്രമണം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമായി അത് പര്യവസാനിക്കും. അങ്ങനെ വരുമ്പോൾ ആ യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ച് അമേരിക്കയ്ക്ക് ഇറങ്ങേണ്ടി വരും. അങ്ങനെ അമേരിക്കയെ കൂടി യുദ്ധക്കളത്തിലിറക്കി ഒരു ശക്തമായ യുദ്ധം നടത്തുക എന്നാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് എന്ന് കരുതുന്നവരും ഉണ്ട്. പക്ഷേ ഈ യുദ്ധം എങ്ങനെ പര്യവസാനിക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് അവരുടെ തീരുമാനം നിർണായകമാകുന്നത്. കാരണം യുദ്ധം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിദേശകാര്യ നയമാണ് ഇന്ത്യക്കുള്ളത്. അങ്ങനെ വന്നാൽ ഒരു ഇടനിലക്കാരനായി വർത്തിക്കാൻ വീണ്ടും ഇന്ത്യൻ ഭരണാധികാരികൾക്ക് കഴിയുമോ?